പുറമേ നല്ല മൊരിഞ്ഞ് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോളേജിൽ പോകുമ്പോൾ ഇതൊക്കെ സ്ഥിരമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല, അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിന്ന് ഉഴുന്നട ഉണ്ടാക്കാം. അതിനായിട്ട് ഉഴുന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ ഐസ് ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്, മിക്സി ചൂടാവാതിരിക്കാനായിട്ട്. ഇനി അരച്ചെടുത്തതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്തതിനനുസരിച്ചിരിക്കും നമ്മുടെ ഉഴുന്നടയുടെ സോഫ്റ്റ്നെസ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുറച്ച് സമയം എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, സവോള, പച്ചമുളക്, കരിവേപ്പില ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് ചതച്ചിട്ടോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. പിന്നെ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കൈ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതുപോലെ ആക്കിയതിന് ശേഷം നടുക്കൊരു ഹോള ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും പരിപാടിയുള്ളൂ കേട്ടോ. ഉഴുന്നോടെ ഉണ്ടാക്കാനൊക്കെ പിന്നെ എല്ലാവർക്കും തന്നെ അറിയുമല്ലോ, അതുകൊണ്ടാണ് വിശദമായിട്ടൊന്നും പറയാത്ത കേട്ടോ. പിന്നെ ഇത് തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് കോരിയിട്ടെടുക്കാം. പുറമേ നല്ല മുരിഞ്ഞിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നടയാണ്. പിന്നെ ചമ്മന്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോ.